ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ലൈവ് കാണാൻ പോകും. കോടാലി സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം നടക്കണം. അപ്പോൾ അത് കാണാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാം. ഹലോ ഗായ്സ്, നമ്മളതാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടാലി സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്കൂളിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലേ, എല്ലാവർക്കും അറിയാം സ്കൂളിനെ കുറിച്ച്. നിരവധി എന്നാൽ കയ്യിൽ ഒതുങ്ങാത്ത അത്രയും അവാർഡുകൾ മേടിച്ചു കൂട്ടിയേക്കണ സ്കൂളാണിത്. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഒരു പ്രത്യേക പേരിലാണ് നമ്മുടെ കോടാലി സ്കൂൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എസ്ട്രല്ല യു 2024. ആ പേരിലെ വെറൈറ്റി പോലെ തന്നെ സ്കൂളും അതുപോലെ വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മളൊന്നും വിചാരിക്കാത്തതിലും ഗംഭീരമായിട്ടാണ് സ്കൂള് ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം എഫേർട്ട് ഓരോരുത്തരും എടുത്തിട്ടുണ്ടെന്ന്. സ്കൂളിലെ ഓരോ പരിപാടിയുടെയും മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സോ അവിടുത്തെ കുട്ടികളുടെയും PTA മാത്രം കയ്യൊപ്പുകളല്ല അവിടെ പതിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ എല്ലാം, നമ്മളുടെ കോടാലി സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും എഫേർട്ട് സ്കൂളിലെ ഓരോ പ്രവർത്തനത്തിലും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മാല ബൾബ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അതിന് മുന്നിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കേണ്ടൊക്കെ തിരക്കിലൊക്കെയാണ്. സ്കൂളിൻ്റെ ഫ്രണ്ട് പോർഷൻ മുഴുവൻ മാല ബൾബ് കൊണ്ട് അലങ്കരിച്ചേക്കാണെങ്കിൽ പിൻഭാഗത്താണ് 2000 സ്ക്വയർ ഫീറ്റിലുള്ള വലിയ പുൽക്കൂടും കൂറ്റൻ ക്രിസ്മസ് പാപ്പയുടെ രൂപം എല്ലാം ഉള്ളത്. അവിടേക്ക് കിടക്കണമെങ്കിൽ ഇതുപോലൊരു വലിയൊരു ഗുഹയിൽ കൂടെ വേണം പോകാനായിട്ട്. ഈ ഗുഹയുടെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടൂസൻ്റെ, അഗ്നി, ലുട്ടാപ്പി, മായവി എല്ലാവരുടെയും പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഗുഹ കടന്ന് നേരെ ചെല്ലുന്നത് സെൽഫി പോയിന്റിലേക്കാണ്. ഇങ്ങനെ വിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെൽഫി പോയിന്റ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഇവിടെ സ്കൂളിലെ ടീച്ചറാട്ടോ. അത് കഴിഞ്ഞ് കടക്കുമ്പോഴാണ് സ്കൂളിലെ ശരിക്കത്ത് തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷന് ഇത്രയും അധികം ആൾക്കാരുണ്ടാവുന്നത് വേറെ എവിടെയാണ് ഗായ്സ്. കാരണം കോടാലി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റത്തൊരു പഞ്ചായത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്താണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല കേട്ടോ, അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കോടാലിക്കാരുടെ ഒരു അഹങ്കാരമാണ് കോടാലി സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ. സ്കൂളിലെ ഇന്നത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റിലുള്ള പുൽക്കൂടാണ്. വലിയൊരു ഒട്ടകമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പുൽക്കൂട് കാണാം. നല്ല സൂപ്പറായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നികേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം മെയിൻ ആർട്ടിസ്റ്റ്. പക്ഷെ ഇത് ഒരാളുടെ കയ്യിൽ ഒതുങ്ങിയതല്ല. നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും PTA, MPTA, സ്കൂൾ കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കാണുന്നത്. സ്കൂളിലെ ഈ ക്രിസ്മസ് ഇവൻ്റ് മാത്രമല്ല, മറ്റേതൊരു പരിപാടിക്കാണെങ്കിലും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ സ്കൂളിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ഇത്രയും പേര് കേട്ടതും ഇത്രയും മികച്ചതായതും ഓരോ പരിപാടിയും വിജയം കൈവരിക്കുന്നതും എല്ലാവരുടെയും കയ്യൊപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാനിവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഓരോ പരിപാടിക്കും, ആനുവൽ ഡേക്കും ഇങ്ങനെ ഓരോ സെലിബ്രേഷനും ഇവിടെ ഒത്തുകൂടാറുണ്ട്.